ചെറുകുന്ന് മേഖലയിൽ ഉപ്പുവെള്ളം കയറി കൃഷി വ്യാപകമായി നശിക്കുന്നു. കട്ടക്കുളം ഭാഗത്തെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറിയത് കർഷകരെ പ്രതികൂലമായി ബാധിച്ചു. കണ്ണപുരം പ്രദേശങ്ങളിലും ഉപ്പുവെള്ളക്കെടുതി രൂക്ഷമാണ്. ചെറുകുന്ന് മേഖലയിലെ കൃഷിയിടങ്ങളിൽ ഉപ്പുവെള്ളം കയറിയതിനെ തുടർന്ന് കർഷകർ പ്രതിസന്ധിയിലാണ്. കട്ടക്കുളം 4-1 ഭാഗത്തെ കൃഷിയിടങ്ങൾ ഉപ്പുവെള്ളം കയറി നശിച്ച നിലയിലാണ്. ഇടവിളയായി ഉഴുന്നും മറ്റ് പച്ചക്കറികളും കൃഷി ചെയ്യുന്ന കർഷകർക്ക് ഇത്തവണ അതിന് സാധിച്ചിട്ടില്ല. ഉപ്പിന്റെ അളവ് കൂടിയ വെള്ളം കൃഷിയിടങ്ങളിലേക്ക് കയറുന്നതോടെ മണ്ണിന്റെ ഗുണനിലവാരം നഷ്ടപ്പെടുകയും വിളകൾ വളരാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും. ഇതോടെ കടം വാങ്ങിയും മറ്റും കൃഷിയിറക്കിയ കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാവുന്നത്. നെൽപ്പാടങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി നശിക്കുന്ന സാഹചര്യമാണ്. ചില പ്രദേശങ്ങളിൽ കർഷകർക്ക് കൃഷി പൂർണ്ണമായും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. കണ്ണപുരം അയ്യോത്ത് പ്രദേശവാസികൾ കാലങ്ങളായി ഉപ്പുവെള്ളക്കെടുതി നേരിടുകയാണ്. വെള്ളം കയറലെന്ന് പറഞ്ഞാൽ ഇപ്പൊ കുറെ വർഷമായിട്ട് ഇവിടെ ഇങ്ങനെ ഫുള്ളായിട്ട് കയറല്. ഈ ചിറ തോട്ടിന്റെ സൈഡ്, അത് അപ്പുറത്തെല്ലാം കണ്ടിയാണ്, ചെമ്മീൻ കണ്ടി. അപ്പൊ നമ്മ ഇക്കൊല്ലം തൊഴിലുറപ്പിലെ ചിറ വെച്ചിട്ടുണ്ടായിന്. പക്ഷെ അപ്പുറത്തെ 9-ാം വാർഡുകാര് ഇങ്ങോട്ടേക്ക് മുട്ടിച്ചില്ല. അതുകൊണ്ട് ഇപ്പൊ ആ ബാക്കിയുള്ള സ്ഥലത്തെ കൂടി ഇങ്ങോട്ട് കയറുന്നു വെള്ളം. പിന്നെ ഇതിലെല്ലാം ഈ വൃശ്ചികം ധനു മകരമാസത്തിൽ വമ്പം വെള്ളമാണ് ഇപ്പോൾ. അന്നേരം ഇതിലെല്ലാം കയറും. വെള്ളം കയറിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ. വീടെല്ലാം ഉപ്പ് നഞ്ച് പിടിച്ചിട്ട് ഇങ്ങനെ കല്ലെല്ലാം ദ്രവിച്ചിട്ട്, നമ്മളെ വീട് അതാ തോട്ടിന്റെ സൈഡിലുള്ളത്. പലതവണ അധികാരികളെ വിവരം അറിയിച്ചെങ്കിലും ഫലപ്രദമായ നടപടികൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. അടിയന്തരമായി ഉപ്പുവെള്ളം തടയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുകയും വേണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.